രാഗിനി, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിനായിട്ട്. എല്ലാ മുന്നണികളും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. എങ്ങനെയാണ് നിലമ്പൂരിൽ പ്രചരണം പുരോഗമിക്കുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലവിധ വിഷയങ്ങൾ നിലമ്പൂരിന്റെ മണ്ണിൽ ഉയർന്നു കേട്ടിരുന്നു. പെൻഷൻ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആയിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ ഷോക്കേറ്റ് മരിക്കാൻ, ആ വൈദ്യുതിക്കണിയിൽ അകപ്പെട്ട് മരിക്കാനിടയായ സാഹചര്യം. അതേ തുടർന്നുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അതേ തുടർന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെ മുന്നണികൾ നടത്തുകയുണ്ടായി. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. മലപ്പുറം കേന്ദ്രീകരിച്ചാണ് യോഗം. മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കും. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നതാണ് ഈ യോഗത്തിന്റെ മുഖ്യ അജണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13-ന് മണ്ഡലത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. 13, 14, 15 തീയതികളിൽ അദ്ദേഹം ക്യാമ്പ് ചെയ്ത് നിലമ്പൂരിൽ ഉണ്ടാകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മുന്നണികളും നടത്തുകയാണ്. ഇന്ന് കൂടുതൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF ക്യാമ്പിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും NDA ക്യാമ്പിനായി ഉണ്ട്. PV അൻവറിന്റെ നീക്കങ്ങളും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഏറ്റവും അവസാന ലാപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ. കാരണം അടുത്ത 19-ന് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അരയും തലയും മുറുക്കി മുന്നണികൾ വലിയ പോരാട്ടത്തിലാണ് നിലമ്പൂരിൽ.